ഇപ്പോൾ ഈ മണിക്കൂറിലെ വാർത്തകൾ അപഗ്രഥനം ചെയ്യാൻ സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ വന്ന ഏറ്റവും വലിയ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അതേ ശബ്ദമായി PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി സംസാരിക്കുകയാണ്. അവർ പറയുകയാണ് ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, ഭാരതവും പാകിസ്ഥാനും സൈനിക നടപടികൾ അവസാനിപ്പിക്കണം, സൈനിക ഇടപെടലല്ല രാഷ്ട്രീയ ഇടപെടലാണ് വേണ്ടത് എന്ന് മെഹബൂബ മുഫ്തി ആവശ്യപ്പെടുകയാണ്. മെഹബൂബയുടെ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി പാകിസ്ഥാൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പോർവിമാനം തകർത്തു, ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ഭാരതത്തിൻ്റെ പോർവിമാനം തകർത്തുവെന്നാണ് PDP നേതാവ് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി പറഞ്ഞു വെക്കുന്നത്. അതായത് പാകിസ്ഥാൻ എന്ത് പറയുന്നോ അത് ഏറ്റു പറയുന്ന ഒരു പാർട്ടിയായി PDP മാറുന്നു. സ്വാഭാവികമായും പാകിസ്ഥാനിൽ നിന്നുള്ള വലിയൊരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ മെഹബൂബയുടെ വാക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്? നീലിമ, പാകിസ്ഥാനിലെ ജനം തിരസ്കരിച്ച ഒരു പാർട്ടിയാണ് PDP എന്നോർക്കണം. മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൾ മെഹബൂബ മുഫ്തിയുടെയും ഒക്കെ പാർട്ടി ഒരു കാലത്ത് പ്രബലമായ ഒരു ശക്തിയായിരുന്നു. ഇന്ന് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ്. ഇപ്പോൾ നോക്കൂ, ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇത്ര കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഒരു നേതൃത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഒരു മെയിൻ സ്ട്രീം ചിന്താഗതിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ മെഹബൂബ മുഫ്തിക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കിട്ടണമെങ്കിൽ ഒരു പക്ഷേ വേറിട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാകാം ഒരു പക്ഷേ പാകിസ്ഥാൻ ലൈൻ ടോ ചെയ്യുന്നു എന്ന് തോന്നാം. പക്ഷേ കൃത്യമായി ഈ പാകിസ്ഥാൻ വരച്ചിട്ട് അതേ വരകളിൽ കൂടി മെഹബൂബ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. എസ്കലേഷൻ ഒഴിവാക്കണം, ഡി എസ്കലേഷൻ ഉണ്ടാകണം എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു എങ്കിൽ അത് മനസ്സിലാക്കാം. ദാറ്റ് ഇസ് ഓക്കെ, ദാറ്റ് വെൽക്കം. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ്റെ ഒരു ഫോൾസ് നറേറ്റീവാണ്, പ്രോപ്പഗാൻഡ മെഷീനറിയുടെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന ആ ഒരു ക്ലെയിം, അറ്റോൾ ക്ലെയിമാണ്. ആ ക്ലെയിം അതേപോലെ തന്നെ സ്ഥിരീകരണമില്ലാതെ തന്നെ ഏറ്റുപറയുന്ന മെഹബൂബ മുഫ്തി ആത്യന്തികമായി ശത്രുവിന് വേണ്ടി സംസാരിക്കുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യമൊറ്റക്കെട്ടായി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പോലും പൂർണ്ണമായി ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരൊറ്റ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ വേറിട്ട സ്വരം ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് തന്നെ വരുന്നു എന്ന് പറയുന്നത് ഖേദകരമാണ്, നിർഭാഗ്യകരമാണ്. അതുകൊണ്ടാണ് മെഹബൂബ മുഫ്തിയുടെ ശബ്ദത്തെ വേറിട്ട് കാണേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്തു വരുന്ന ഒട്ടേറെ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയ്സാൽമീറിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് അതിർത്തി കേന്ദ്രീകരിച്ച് വലിയ ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവന കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ നിമിഷത്തെ ഒന്ന് അടയാളപ്പെടുത്തി പോകേണ്ടത്. അയാൾ പറയുകയാണ് വളരെ കൃത്യമായി പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭാരതം തകർത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അൽ ജസീറയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും, ഇതുകൊണ്ട് ഒന്നും ആയിട്ടില്ല, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ ഇരന്ന് വാങ്ങാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുകയല്ലേ? ഇവരുടെ എല്ലാ സംവിധാനങ്ങളും തകർത്ത് ഭാരതം മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാതെ, അതുകൊണ്ടൊന്നും ഒരു മനംമാറ്റവുമില്ലാതെ വീണ്ടും ഭാരതത്തിന് നേർക്ക് വലിയ ആക്രമണം തൊടുത്തുവിടുമെന്ന പ്രഖ്യാപനമാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ? യുദ്ധഭൂമിയിൽ നിന്നും ഇതുപോലെയുള്ള ടോൾ ക്ലെയിംസ് വരിക എന്നത് യുദ്ധസമയത്ത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. പാകിസ്ഥാൻ ബാക്ക് ഫുട്ടിലാണ്, യാതൊരു സംശയവുമില്ല. സ്വതന്ത്രമായി കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം പാകിസ്ഥാൻ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നു. ആഭ്യന്തരമായി സമ്മർദ്ദമുണ്ട്, അവിടുത്തെ ബലൂച്ച് വിഷയമുണ്ട്, ഖൈബർ പഖ്തൂൺഖായിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ആഭ്യന്തരമായി ശിഥിലീകരിച്ച അവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഞങ്ങളിതാ യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു, ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിടുന്നു, കാര്യമായ നാശനഷ്ടം ഭാരതത്തിന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഴി തിരിച്ചു വിടുന്നതിന് തുല്യമാണ്. കാരണം യുദ്ധത്തിൽ ആദ്യത്തെ കാഷ്വാലിറ്റി എന്നത് സത്യം എന്നതാണല്ലോ. എന്താണോ സത്യം അതാണ് ആദ്യം തന്നെ കാലപുരിക്ക് അയക്കപ്പെടുന്നത് യുദ്ധത്തിൽ. ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അസീഫിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം വളരെ ശുഭോദർക്കമായ ഒരു നിലപാടുണ്ട്. അത് വേർഡ്സ് ഓഫ് വിസ്ഡം എന്ന് പറയാം.
കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്ന് ആക്രമിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചു, ഇതിവിടെ തീരേണ്ടതാണ്, ഭാരതം ഇനിയും ആക്രമിക്കുന്നില്ല എങ്കിൽ സംയമനം പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന ആ ഒരു പ്രസ്താവന വളരെ സ്വാഗതാർഹമായ ഒരു പ്രസ്താവനയാണ്. പക്ഷേ അതേ ആൾ തന്നെ വെറും 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രസ്താവന തിരിച്ചു വെക്കുകയും ഇന്ത്യക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തതാണ് എസ്കലേഷൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതിനുശേഷം പിന്നീട് നടന്നത് വലിയ തോതിലുള്ള വ്യോമ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഖ്വാജ ആസിഫിൻ്റെ ഒരു നിലപാട് മാറ്റവും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഹൂ പ്രിവെയിൽസ് ഓവർ ദ ഡിഫൻസ് മിനിസ്റ്റർ ഈസ് ദ $1 million ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ പാക് സൈന്യം രാഷ്ട്രീയ നേതൃത്വത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, സമ്മർദ്ദപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചനയാണ്. നോക്കൂ, മറുവശത്ത് ഇന്ത്യയിലെ ഒരു അന്തരീക്ഷം നോക്കൂ. ഇന്ത്യയുടെ ഡിഫൻസ് ഏജൻസികൾ എന്ത് കാര്യക്ഷമമായിട്ടാണ് രാഷ്ട്രീയ നേതൃത്വവുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യ സെക്രട്ടറിയും ഇനി എന്ത് ഡിഫൻസ് മിനിസ്റ്റർ പോലും നിരന്തരമായി ഈ സൈനിക നേതൃത്വവുമായി സംസാരത്തിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഒരു ദിശാബോധം നൽകുന്നു, നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ ആത്യന്തികമായ യുദ്ധവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈനിക മേധാവികൾക്ക് നൽകുന്ന ഒന്നാം തരം പ്രൊഫഷണൽ സംവിധാനം ഭാരതം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള കോർഡിനേഷനും ഇല്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം തമ്മിൽ ആകെ ചിതറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ആശയക്കുഴപ്പത്തിൽ നിന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രസ്താവന സാഹിത്യങ്ങൾ വരുന്നത് എന്നാണ് എൻ്റെ നിഗമനം. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് ആകാശ്. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അജിത് ഡോവൽ. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പക്ഷേ ഓപ്പണായി പറയാൻ ധൈര്യമില്ല. തിരിച്ചടിക്കുമെന്ന് വെറുതെ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ മാത്രമേ പാകിസ്ഥാന് ഈ നിമിഷത്തിൽ കഴിയുന്നുള്ളൂ. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതായി സംബന്ധിച്ച് ഖ്വാജ ആസിഫ് പാർലമെന്റിൽ തന്നെ സംസാരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാരതത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് 5:30-നാണ്. ഇപ്പോൾ മോഹൻ വർഗീസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മോഹൻ വർഗീസ്, ഈ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ 100% ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു മേന്മയാണ്. ലോക ശക്തികൾക്ക് മുന്നിൽ ഭാരതം ഇപ്പോൾ അങ്ങേയറ്റം തലയെടുപ്പോടെ നിൽക്കുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലെ ഓപ്പറേഷൻസ് പരിഗണിക്കുമ്പോൾ മാത്രം മതി നമ്മുടെ സൈനിക ശക്തി എത്രയാണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ. എങ്ങനെയാണ് അങ്ങ് നിരീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളെ? നീലിമ, ഭാരതത്തിൻ്റെ ഒഫൻസീവ് കേപ്പബിലിറ്റിയേക്കാൾ കൂടുതൽ ഡിഫൻസീവ് കേപ്പബിലിറ്റിയുടെ വിജയമാണ് കഴിഞ്ഞ രാത്രിയിൽ കണ്ടത്. കാരണം വളരെ വലിയ തോതിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ രാത്രി ഇന്ത്യൻ സമയം ഒരു 8 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഇന്ത്യൻ ആകാശങ്ങളിൽ സൃഷ്ടിച്ചത്. നോക്കൂ, ആകാശങ്ങളിൽ യുദ്ധം വിജയിച്ചെങ്കിൽ മാത്രമേ കരയുദ്ധത്തിൽ മേൽക്കോയ്മ ലഭിക്കൂ. അതുകൊണ്ട് ഏറിയൽ സുപ്രമസി എന്നത് യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു ഏകപക്ഷീയമായ ഒരു എസ്കലേഷൻ മോഡിലേക്ക് നീങ്ങിയത് പാകിസ്ഥാനാണ്. വലിയ തോതിലുള്ള ഷെല്ലാക്രമണം അതിർത്തിയിൽ നടന്നു. അതിനെ ഒരു മിനി എസ്കലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ നഗരങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് എയർ ഫീൽഡുകൾ ലൊക്കേറ്റ് ചെയ്ത നഗരങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ തന്നെ നമ്മുടെ വ്യോമ മേഖലയെ പ്രതിരോധിച്ച് നിർത്തുന്നത്, ഏറിയൽ ഓബ്ജക്ട്സിനെ തടുത്തിടുന്നതിന് റഷ്യൻ നിർമ്മിത ഇന്ത്യ വാങ്ങിച്ചെടുത്ത 2021 ഇന്ത്യ വാങ്ങിയ S-400 ഡിഫൻസ് സംവിധാനം ഏറിയൽ ഒബ്ജക്ട്സിനെ, അത് സുദർശന ചക്ര എന്ന് പറയുന്ന S-400 അപ്പോൾ 400 മീറ്റർ അകലെ വരെയുള്ള ഏറിയൽ ഒബ്ജക്ട്സിനെ അടിച്ചിടാൻ പറ്റുന്ന, ഏതാണ്ട് ലോഞ്ച് ചെയ്യുമ്പോൾ മുതൽ തന്നെ പാകിസ്ഥാൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ലോഞ്ച് ചെയ്താൽ ആ നിമിഷം തന്നെ പൊതുവെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ശക്തമായ റൈഡാർ സംവിധാനങ്ങളും ട്രാക്കിംഗ് ഡിവൈസസും ഒക്കെയുള്ള വളരെ സങ്കീർണമായ ഒരു സംവിധാനം. ആ സംവിധാനത്തിൻ്റെ ഒന്നാന്തരം ഉപയോഗമാണ്. നമുക്ക് 4 സ്ക്വാഡ്രണുകളുണ്ട്, 4 ബാറ്ററീസ്, 4 വ്യത്യസ്തമായ യൂണിറ്റുകൾ അടങ്ങുന്ന ഓരോ സ്ക്വാഡ്രനും. അത് വലിയ
രീതിയിലുള്ള വ്യോമ പ്രതിരോധമാണ് ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അതിനുശേഷമാണ് നമ്മൾ എയർ സുപ്പീരിയോറിറ്റി, നമ്മുടെ വിമാനങ്ങളും നമ്മുടെ മിസൈലുകളും എയർ സുപ്പീരിയോറിറ്റി നേടിയെടുക്കുന്നതിന് ശേഷമാണ് ഉടനടി തന്നെ ഞൊടിയിടയിൽ തന്നെ പാകിസ്ഥാൻ്റെ ഗ്രൗണ്ടിലെ ഏറിയൽ സർവൈലൻസ് സംവിധാനങ്ങൾ, റൈഡാറുകൾ, അതുപോലെ നിരീക്ഷണ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് ബാറ്ററീസ് എല്ലാം തന്നെ നിലംപരിശാകുന്ന കാഴ്ച കണ്ടു. പാകിസ്ഥാൻ്റെ പ്രധാന നഗരമായ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ ആദ്യം ടാർഗറ്റ് ചെയ്തത്. മാത്രമല്ല കറാച്ചി എന്ന തുറമുഖ നഗരത്തിലേക്ക് ആക്രമണം വ്യാപിക്കുകയും പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയിൽ നടുങ്ങുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ആകാശങ്ങൾ വാഴുന്നത് ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. ആ സ്റ്റേജിലെങ്കിലും പാകിസ്ഥാൻ പ്രകോപനം, അത് രണ്ടാം സ്റ്റേജാണ്. ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഒരു തീവ്രവാദ ക്യാമ്പുകളിലെ ആക്രമണമാണ്. രണ്ടാം സ്റ്റേജ് എസ്കലേഷൻ നടന്നു കഴിഞ്ഞപ്പോഴെങ്കിലും പാകിസ്ഥാന് തലയൂരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ തുടർന്നും പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ സ്വയം ശവക്കുഴി തോണ്ടുന്ന അവസ്ഥയിലാണ്. പരാജയത്തിൻ്റെ, നിരാശയുടെ പടുകുഴിയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ അറ്റകൈ പ്രയോഗങ്ങളിലേക്ക് നീങ്ങുമോ എന്നതാണ് ഈ അവസരത്തിലെ ഒരു സന്ദേഹം. പക്ഷേ നോക്കൂ, ഭാരതത്തിൻ്റെ സൈനിക സംവിധാനം പ്രകോപനങ്ങളനുസരിച്ചല്ല, യഥാർത്ഥത്തിൽ ലോജിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് ആണ്. എന്താണ് ലക്ഷ്യമെന്ന് വ്യക്തമായി ഭാരതത്തിൻ്റെ സൈന്യത്തിനറിയാം. കരനാവിക വ്യോമസേനകൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ വെൽ ഡിഫൈൻഡ് ആണ്. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യങ്ങൾ ചിതറി നിൽക്കുകയാണ്. ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണം, ഇന്ത്യ വിരോധം ആളിക്കെത്തിക്കണം എന്നതല്ലാതെ വ്യക്തമായ ലക്ഷ്യങ്ങളില്ല. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ്. ഭീകരതയുടെ അടിവേരറക്കുക, അങ്ങനെ ഭീകരതയെ നേരിട്ട് ഭീകര ക്യാമ്പുകളിൽ ആക്രമണം നടത്തുക. അതുകൊണ്ട് തീർന്നില്ല എങ്കിൽ ഭീകരരെ നട്ട് നനച്ച് വളർത്തുന്ന സൈനിക സംവിധാനങ്ങളെ തച്ചു തകർക്കുക. ഇത് ഇന്ത്യയുടെ പോളിസിയാണ്. ആത്യന്തികമായി ഭീകരതയുടെ ഒരു നെറ്റ്വർക്ക്, അത് സാമ്പത്തിക നെറ്റ്വർക്ക് കൂടിയാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് IMFൻ്റെ യോഗം ഇന്ന് നടന്നു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള നയതന്ത്ര നീക്കമുണ്ടായി. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു നിർണായക തീരുമാനമെന്ന നിലയിൽ പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടിങ്, സാമ്പത്തിക സഹായം, IMF പാക്കേജ് ഉടനടി നിർത്തിവെക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ പാക്കേജിൻ്റെ നല്ലൊരു പങ്കും കഴിഞ്ഞ കണ്ടിഞ്ചൻ്റ് 7 ബില്യൻ്റെയാണ്. ആകെ 29 ബില്യൺ പാക്കേജാണ്. അതിൻ്റെ 7 ബില്യൺ കഴിഞ്ഞ കണ്ടിഞ്ചൻ്റ് ലഭിച്ചു. അതിൻ്റെ ഘട്ടത്തിലൂടെ പോവുകയാണ്. 24ാമത്തെ IMF ബെയിൽ ഔട്ട് പാക്കേജാണ് സ്വതന്ത്ര പാകിസ്ഥാൻ ചരിത്രത്തിൽ. ഇത് എത്ര കാലം മുന്നോട്ട് പോകും? IMF യോഗത്തിന് മുന്നോടിയായി തന്നെ വലിയ രീതിയിലൊരു ഓപ്പറേഷൻ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഉണ്ടായിരുന്ന കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെ ഞൊടിയിട കൊണ്ടാണ് അവിടെ നിന്ന് മാറ്റുന്നത്. പകരം പരമേശ്വരത്തെയൊക്കെ നിയോഗിക്കുന്നതിന് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതായത് അത്രയ്ക്ക് ഭാരതത്തിൻ്റെ നിലപാടുകളോട് അത്ര യോജിപ്പുള്ള ഒരാളല്ല കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളിലൂടെയൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ ഭാരതത്തിന് വേണ്ടി വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരാളെ തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഭാരതം അതിശക്തമായ കരുക്കളാണ് അവിടെ നീക്കിയത്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പ്രതിഫലനം ഇന്നത്തെ IMF യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? തീർച്ചയായും. ഇതത് യുദ്ധം വിജയിക്കുന്നത് ബാറ്റിൽ ഫീൽഡിൽ മാത്രമല്ല. ഇതിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത് ഡ്രോയിങ് ബോർഡിലേക്ക് പോകേണ്ടതുണ്ട്, സ്റ്റഡി നടത്തേണ്ടതുണ്ട്, ഗവേഷണം ആഴത്തിൽ നടത്തേണ്ടതുണ്ട്, മുൻകാല ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്, രീതിശാസ്ത്രങ്ങൾ അവലോകനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാരതം നല്ല ഒന്നാം തരം ഗൃഹപാഠം നടത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാം എന്ന തിരിച്ചറിവ് ഇന്ത്യക്കുള്ളതുകൊണ്ട്, രാജ്യം പാകിസ്ഥാൻ ആയതുകൊണ്ടും പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യ വിരോധം താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന അറിവ് ഭാരതത്തിനുള്ളതുകൊണ്ടും പ്രിപ്പയർഡ്നെസ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നും ജാഗ്രതാപൂർവമായ പ്രിപ്പയർഡ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കണം, IMF യോഗം വരുമ്പോൾ ആരെ നിയോഗിക്കണം, അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിഡൻസ് എന്തെല്ലാമാണ്, എടുക്കുന്ന നിലപാടുകൾ എന്തെല്ലാമാണ്, നമ്മൾ ആവശ്യപ്പെടേണ്ടത് എന്തെല്ലാമാണ്, മുൻകാലങ്ങളിൽ ലഭിച്ചത് എന്തെല്ലാമാണ്, ഏത് രീതിയിലാണ് പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഭീകരവാദികളെ ഫണ്ട് ചെയ്യുന്ന ആ ഒരു ടെറർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാമുള്ള വ്യക്തമായ ധാരണകളുണ്ട്. അല്ലാതെ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കുറേ ബോംബ് വർഷിക്കുക, എന്നിട്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുക ഞങ്ങളിതാ പാകിസ്ഥാന് മറുപടി കൊടുത്തു, അങ്ങനെ ഒരു ലളിതയുക്തിയിൽ വർക്ക് ചെയ്യുന്നൊരു സംവിധാനമല്ല ഭാരതത്തിൻ്റെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതുകൊണ്ടാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും ഇന്ത്യ നിശ്ചയിച്ചുറപ്പിച്ച
പ്ലാനുകളുണ്ട്. പ്ലാൻ എ അത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ പ്ലാൻ ബി സി ഡി വ്യക്തമായ ചിന്തയാണ്. ഈ 15 ദിവസം പലരും വിമർശനപരമായി കണ്ടു, എന്തുകൊണ്ട് യുദ്ധമാകുന്നില്ല. ഈ 15 ദിവസം ഇറ്റ് വാസ് എ ബിൽഡപ്പ്, ഇറ്റ് വാസ് എ കാം ബിഫോർ ദ സ്റ്റോം. വലിയ രീതിയിലുള്ള ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള ഈ ചുഴലികളാണ് മുമ്പുള്ള വലിയ ശാന്തത. അതാണ് നമ്മൾ 15 ദിവസവും കണ്ടത്. ആ ശാന്തതയെ നിർവചിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും രാജ്യത്തെ പലരും വാർ മോങ്കേഴ്സ് അസ്വസ്ഥമാകുന്നത് കണ്ടു. ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് സ്വാഭാവികം തന്നെയാണ്, അവരുടെ ഒരു രാജ്യസ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ സംഭവിച്ചത് ഇതാണ്, വലിയ തോതിലുള്ള പഠനങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തെ കൂടെ നിർത്താനായി ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ്ക്രീഗ് തന്നെയാണ് നടത്തിയത്. വൻ നയതന്ത്ര നീക്കങ്ങളാണ് നടത്തിയത്. പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വവുമായി ഇന്ത്യയുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം സംസാരിച്ചു. നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ സൗത്ത് ബ്ലോക്കിലേക്ക് വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രയോറിറ്റീസ് ഇതൊക്കെയാണ്, ഇന്ത്യ ഈ രീതിയിലാണ് സുരക്ഷാ ഭീഷണി നേരിടുന്നത്, ഇത് ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്, ഇത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടമല്ല, പാകിസ്ഥാൻ സൈന്യത്തിന് മറുപടി കൊടുക്കുക എന്നതല്ല, ഭീകരതയുടെ വേരറക്കണം. ഇന്ന് ഞങ്ങളായിരിക്കും ഭീകരത ഫേസ് ചെയ്യുന്നത്, നാളെ നിങ്ങളായിരിക്കും. അത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഫണ്ടമെന്റലിസ്റ്റ് ത്രെട്ട് അനുഭവിക്കുന്നു സിൻജിയാൻ പ്രോവിൻസിൽ. അതുകൊണ്ട് ഭീകരതയുടെ കരാളഹസ്തത്തിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കണമെങ്കിൽ പോരാട്ടങ്ങൾ ഉണ്ടാകണം. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം ഒരു രാജ്യം നടത്തുമ്പോൾ അതിനെ യുദ്ധം എന്ന രീതിയിൽ തുച്ഛീകരിച്ച് കാണരുത്. ആ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് നറേറ്റീവുകൾ വലിയ രീതിയിൽ നടന്നു. അതുകൊണ്ടാണ് രാജ്യങ്ങൾ ഈ ഇന്ത്യ രൂക്ഷമായ ആക്രമണത്തിലേക്ക് നീങ്ങിയപ്പോൾ, ഒരു ഒഫൻസീവ് മോഡിലേക്ക് നീങ്ങിയപ്പോൾ രാജ്യങ്ങളെല്ലാം, ലോകരാജ്യങ്ങളുടെ എല്ലാം മനസ്സുകൊണ്ടെങ്കിലും ഇന്ത്യയോടൊപ്പമാണ്. സൈനികമായി ഇവർക്കൊന്നും രംഗത്ത് വരാനാവില്ല എന്ന തിരിച്ചറിവ്, വിവേകം ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ആരുടെ സഹായം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അങ്ങനെ അന്താരാഷ്ട്ര സമിതികളിൽ എത്തുമ്പോൾ അന്താരാഷ്ട്ര അഭിപ്രായം ഇന്ത്യക്കെതിരെ ഉയരുന്നില്ല. ഇന്ത്യയുടെ ഉദ്ദേശശുദ്ധി ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ ഉദ്ദേശശുദ്ധി മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കണം, ഉൾക്കൊള്ളണം. ആ ഒരു നീക്കമാണ് ഈ തെമ്മാടി രാജ്യത്തെ സഹായിക്കുന്ന ചൈനയ്ക്കെതിരെ കൂടി അത്തരത്തിൽ ഒരു നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വയ്ക്കാൻ ഭാരതം സജ്ജമാകുന്നു എന്ന രീതിയിലുള്ള ചില ഓപ്പറേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഹോഷിയാപൂരിൽ പാക് അവിടെ തകർന്നു വീണ ചൈനീസ് മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ, ആ ചൈനീസ് മിസൈലൊക്കെ നമ്മൾ വാർത്തകളിലുടനീളം കാണുന്നതാണ്. ഇതടക്കം ലോകത്തിന് മുൻപിൽ വെച്ചുകൊണ്ടാണ് ഇവരൊക്കെയാണ് ഭീകരതയെ സഹായിക്കുന്നത് എന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയെ കൂടി ഒരു സംശയനിഴലിൽ നിർത്താനുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടി ഈ മണിക്കൂറുകൾ സാക്ഷ്യം വഹിക്കാൻ ഇടയുണ്ടോ? ഇവിടെ വൺ ഹാസ് ടു ട്രെഡ് വെരി കോഷ്യസ്ലി. ശത്രുക്കളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരികയാണ്. പ്രത്യേകിച്ച് യുദ്ധ അവസരത്തിൽ എനിമിയുടെ എണ്ണം, അല്ലെങ്കിൽ അതായത് ഹൊറിസോണ്ടൽ എസ്കലേഷൻ ഇൻവോൾവിങ് മോർ കൺട്രീസ്, ഇത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ബംഗ്ലാദേശോ ചൈനയോ മറ്റേതെങ്കിലും തുർക്കിയോ അസർബൈജാനോ ഏതെങ്കിലും രാജ്യം പാകിസ്ഥാൻ അനുകൂലമായി നേരിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭാരതം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ വ്യക്തമായി പറയുന്നു. പാകിസ്ഥാനെതിരെ അല്ല, മറിച്ച് ഭീകരതയ്ക്കെതിരെയാണ്. പാകിസ്ഥാന്റെ ഗവൺമെന്റ് ഭീകരതയെ സഹായിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ സെലക്ട് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു. ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്, ശരിയാണ്. വെടിവെച്ചിട്ട മിസൈലുകളും അങ്ങനെ.